ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഫിസിക്സ് തന്നെ കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, ഡയറക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 480 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡയറക്ഷൻ എങ്ങോട്ടാണ്, ഡയറക്ഷൻ പറയാൻ ഞാൻ മറന്നുപോയി. ഓക്കെ, ഹോമിൽ നിന്ന് ഓഫീസിലേക്കാണ് ഞാൻ പറയുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഡയറക്ഷൻ? അപ്പോൾ ഈ ഡയറക്ഷൻ നോക്കാനായിട്ട് ഈ മാപ്പ് വന്നത് അല്ലേ. 480 മീറ്റർ ടുവേർഡ്സ് ഈസ്റ്റ് അല്ലേ. ഈസ്റ്റിലേക്കല്ലേ ഈ ഡയറക്ഷൻ, ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് ഈസ്റ്റിലേക്കാണ്. അപ്പോൾ 480 മീറ്റർ ഈസ്റ്റിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് അയാൾക്ക് ഷോർട്ടസ്റ്റ് ആയിട്ട് അയാളുടെ ഓഫീസിലേക്ക് എത്താൻ പറ്റുക അല്ലേ. ഇനി തിരിച്ച് ഓഫീസിൽ നിന്ന് വീട്ടിലേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് പറയാണ്. അപ്പോൾ എങ്ങനെ പറയണം? ഓഫീസിൽ നിന്ന് വീട്ടിലേക്കാണ്. അപ്പോൾ ഓഫീസ് ഇവിടെയാണ്, വീട്ടിൽ നിന്ന് ഇങ്ങോട്ടാണ് അല്ലേ. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ഡയറക്ഷൻ എന്താ പറയുക, വെസ്റ്റ്. അപ്പോൾ ഓഫീസിൽ നിന്ന് വീട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ 480 മീറ്റർ വെസ്റ്റ്. ഓക്കെ, ഹോമിൽ നിന്ന് ഓഫീസിലേക്കാണെന്നുണ്ടെങ്കിൽ 480 മീറ്റർ ഈസ്റ്റും, ഓഫീസിൽ നിന്ന് ഹോമിലേക്കാണെങ്കിൽ 480 മീറ്റർ വെസ്റ്റും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഒരു ഇതിന് തന്നെ നോക്കിയിട്ട് നമുക്കൊരു തന്നിട്ടുണ്ട്, ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സസൈസ് തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കാം. ഒരു സ്റ്റോൺ നിങ്ങൾ എറിയാന്ന് പറയുന്നത്, ഒരു സ്റ്റോൺ നിങ്ങൾ കയ്യിലെടുത്തു, അത് എറിഞ്ഞു, മുകളിലേക്ക് എറിഞ്ഞു. ഓക്കെ, അത് സഞ്ചരിച്ച ദൂരം 6 മീറ്ററാണ്. ഒരു കല്ലെടുത്തു, നിങ്ങൾ മുകളിലേക്ക് എറിഞ്ഞു, 6 മീറ്റർ സ്റ്റോൺ സഞ്ചരിച്ചു അല്ലേ. അപ്പോൾ ആ ടേബിൾ തന്നിട്ടുണ്ട്. വെൻ ദ സ്റ്റോൺ റീച്ചസ് ദ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ, സ്റ്റോൺ എപ്പോഴായിരിക്കും ഏറ്റവും മുകളിലെത്താം? അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുള്ളൊരു ഫിഗർ ഉണ്ട് അല്ലേ. അത് നമുക്ക് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പഠിക്കാണ്, വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആൻഡ് സ്കെയിലർ ക്വാണ്ടിറ്റീസ്. ഓക്കെ, അപ്പോൾ എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി, എന്താണ് സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് നോക്കാം. അപ്പോൾ സം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണ്, വിച്ച് നീഡ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ആവശ്യമായ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ആ ക്വാണ്ടിറ്റീസിന് പറയുന്ന പേരാണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. ഓക്കെ, വെക്റ്റർ ക്വാണ്ടിറ്റീസും സ്കെയിലർ ക്വാണ്ടിറ്റീസ്. വെക്റ്റർ VCT over correct, vector quantities and scalar quantities. Okay, but vector quantity എന്ന് പറയുന്നത് both direction and magnitude, magnitudeും directionും ആവശ്യമായ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. Okay, needs quantities that needs both magnitude and direction. ഓക്കെ, സ്കെയിലർ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി, ഡയറക്ഷൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആർ ദോസ് ക്വാണ്ടിറ്റീസ് വിച്ച് നീഡ് മാഗ്നിറ്റ്യൂഡ് ആസ് വെൽ ആസ് ഡയറക്ഷൻ. ആൻഡ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, പക്ഷേ ഡിസ്റ്റൻസ് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്റ്റൻസിന് നമുക്ക് ഡയറക്ഷൻ്റെ ആവശ്യമില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. സ്കെയിലർ ക്വാണ്ടിറ്റീസ് ആർ ദോസ് ക്വാണ്ടിറ്റീസ് വിച്ച് നീഡ് ഓൺലി എന്താണ്, മാഗ്നിറ്റ്യൂഡ്. അവിടെ ഡയറക്ഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്യണം എന്നുള്ള നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ലെങ്ത്ത്, ഡിസ്റ്റൻസ്, വോളിയം അതൊക്കെ നമുക്ക് സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഓരോന്ന് പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റിയും പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്കെയിലർ ക്വാണ്ടിറ്റി എന്താണ്, വെക്റ്റർ ക്വാണ്ടിറ്റി എന്താണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, need only magnitude. മാഗ്നിറ്റ്യൂഡിൻ്റെ ആവശ്യം മാത്രമേ നമുക്ക് സ്കെയിലർ ക്വാണ്ടിറ്റീസിൽ ആവശ്യമുള്ളൂ. ഇപ്പോൾ പേര് ഓർത്ത് വെക്കുക കേട്ടോ, വെക്റ്റർ ക്വാണ്ടിറ്റി, സ്കെയിലർ ക്വാണ്ടിറ്റി. അപ്പം എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അവിടെ മാഗ്നിറ്റ്യൂഡിൻ്റെ ആവശ്യമുണ്ട്, ഡയറക്ഷൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ചോദിക്കാൻ എക്സാമിന് ഡിസ്റ്റൻസ് എന്ത് ക്വാണ്ടിറ്റിയാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡിസ്റ്റൻസ് ഇസ് വിച്ച് ക്വാണ്ടിറ്റി, എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, സ്കെയിലർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ ഡിസ്റ്റൻസ്, വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കണം കേട്ടോ. ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഏത് ക്വാണ്ടിറ്റിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉള്ള ക്വാണ്ടിറ്റീസിനാണ് നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. സ്കെയിലർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ആ ഫിഗറിൽ തന്നെയാണ് ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഫിഗർ എന്താണ്, എക്സാമിൻ ഡയഗ്രാം ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ 6.3.
നമ്മളതിന് മുമ്പത്തെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ തുടങ്ങി വെച്ച കാര്യം പറയാൻ മറന്നുപോയി അല്ലേ. എന്താണ് നമ്മളൊരു കല്ലെറിയണ കാര്യം അല്ലേ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ വീഡിയോ ഒരു ബ്രേക്ക് ചെയ്തു. വാവ് കരഞ്ഞപ്പോൾ വാവയുടെ അടുത്തേക്ക് പോയി. പിന്നെ ഞാൻ അത് വിട്ടുപോയ കാര്യം പറയാനായിട്ട്. ഓക്കെ, അപ്പം ആ കല്ലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു വന്നത് പെട്ടെന്ന് പറഞ്ഞെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കല്ലിൻ്റെ കാര്യത്തിലേക്ക് തന്നെ പോവാം. ഓക്കെ, അപ്പോൾ രണ്ട് ക്വാണ്ടിറ്റി പഠിച്ചു വെച്ചോളൂ. നമ്മൾ ടേബിൾ 6.2 കംപ്ലീറ്റ് ചെയ്തിട്ട് 6.3ലേക്ക് വരാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു കല്ലെടുത്തു. ഒരു കല്ല് നിങ്ങൾ മുകളിലേക്ക് എറിഞ്ഞു. ഓക്കെ, അപ്പോൾ കല്ല് മുകളിൽ എത്തിയ ദൂരം എന്ന് പറയുന്നത് ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ എത്തിയപ്പോൾ സഞ്ചരിച്ച ദൂരം ഒരു കല്ല് ഇതാണ് കല്ല് അല്ല. നിങ്ങൾ മുകളിലേക്ക് എറിഞ്ഞപ്പോൾ കല്ല് ഇവിടെ എത്തി. അപ്പോൾ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 6 മീറ്ററാണ്. ഓക്കെ, നിങ്ങൾ കയ്യിൽ നിന്ന് ഒരു കല്ലെടുത്ത് ഒരു ബോളോ കല്ല് എന്തെങ്കിലും എടുത്ത് എറിഞ്ഞു. എന്താണ് 6 മീറ്റർ സഞ്ചരിച്ചു. 6 മീറ്റർ മുകളിലേക്ക് സഞ്ചരിച്ചു. അത് തിരിച്ച് എന്തെങ്കിലും കല്ല് താഴത്തേക്ക് വരും അല്ലേ. അപ്പോൾ ഏറ്റവും മുകളിലെത്താനായിട്ട് കല്ലെടുത്ത ഡിസ്റ്റൻസ് ആണ് ഫസ്റ്റ് ടേബിളിൽ ചോദിച്ചിട്ടുള്ളത്. വെൻ ദ സ്റ്റോൺ റീച്ചസ് ദ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ, അവിടെയുള്ള ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും. ഓക്കെ, അപ്പം നമ്മൾ കല്ലെടുത്ത് മുകളിലേക്ക് എറിഞ്ഞു അല്ലേ. അപ്പം ഡിസ്റ്റൻസ് എത്രയാണ്? സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 മീറ്റർ തന്നെയാണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ത് തന്നെയായിരിക്കും? കല്ല് മുകളിലേക്ക് എറിഞ്ഞു. സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് കല്ല് പോയത്. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് 6. വേറെ ഷോർട്ടസ്റ്റ് പാത്ത് ഒന്നുമില്ലല്ലോ, ഇല്ല. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റും 6 ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് 6 ആണ്, ഡിസ്പ്ലേസ്മെന്റും 6 മീറ്റർ ആണ്. ഇനി എന്താണ്? ഈ കല്ല് തിരിച്ച് താഴത്തേക്ക് വന്നു. ഓക്കെ, ഈ കല്ല് തിരിച്ച് താഴത്തേക്ക് വന്നപ്പോൾ ഈ കല്ല് സഞ്ചരിച്ച ദൂരം എത്രയാണ്? കല്ല് മുകളിലേക്ക് സഞ്ചരിക്കാൻ 6 മീറ്റർ എടുത്തു. മുകളിൽ താഴേക്ക് സഞ്ചരിക്കാൻ എത്ര മീറ്ററിന് എടുത്തു? 6 മീറ്റർ എടുത്തു അല്ലേ. കല്ല് നമ്മൾ മുകളിലേക്ക് എറിഞ്ഞപ്പോൾ 6 മീറ്റർ പോയി. ഇനി എന്താണ്? മുകളിൽ നിന്ന് താഴത്തേക്ക് വന്നപ്പോഴും 6 മീറ്ററിന് സഞ്ചരിച്ചില്ല കയ്യിൽ വന്നത്. അപ്പോൾ 6 മീറ്റർ പ്ലസ് 6 മീറ്റർ ഇസ് ഈക്വൽ ടു 12 മീറ്റർ. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? ഞാൻ പറഞ്ഞു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞത് തുടങ്ങുന്ന പൊസിഷനിൽ നിന്ന് അവസാനിക്കുന്ന പൊസിഷനിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ കല്ല് മുകളിലേക്ക് നമ്മൾ കയ്യിൽ നിന്ന് മുകളിലേക്ക് എറിഞ്ഞു, കയ്യിൽ തന്നെ വന്ന് വീണു അല്ലേ. മുകളിലേക്ക് എറിഞ്ഞ സാധനം തിരിച്ച് കയ്യിൽ തന്നെ വീണു. അപ്പോൾ അവരുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0. ഓക്കെ, അപ്പോൾ എന്താണ്? ഒരു തുടങ്ങിയ സ്ഥലത്ത് നിന്ന് തന്നെ 0 മീറ്റർ ആയിരിക്കും ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ അവസാനിക്കാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ കല്ല് നമ്മൾ മുകളിലേക്ക് എറിഞ്ഞു, തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് തന്നെയാണ് വന്നത്, വേറെ സ്ഥലത്തേക്കല്ല പോയത്. അപ്പോൾ തുടങ്ങിയോട് തന്നെ അവസാനിക്കാന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിട്ട് മാറും. അപ്പം ഞാൻ വീട്ടിലേക്ക് പോയി അല്ലേ, സോറി, ഞാൻ ഇപ്പോൾ സ്കൂളിലാണ് നോക്കി. നിങ്ങൾ സ്കൂളിലേക്ക് പോയി തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എത്രയായി? 0 ആയിട്ട് മാറി. ഓക്കെ, എന്താണ്? നിങ്ങൾ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് വീണ്ടും തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ വന്നു അല്ലേ. ഞാൻ രാവിലെ സ്കൂളിലേക്ക് പോയി, സ്കൂളിൽ നിന്ന് തിരിച്ചും വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്നാണ് തുടങ്ങിയത്, തിരിച്ച് വൈകുന്നേരം ഇപ്പോൾ വീട്ടിലേക്ക് തന്നെ എത്തി. അപ്പോൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ എൻ്റെ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിട്ട് മാറി, തുടങ്ങിയ പൊസിഷനിൽ തന്നെ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂളിലെത്തി, വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 0 ആയി. ഓക്കെ, അതാണ് താഴെ ഫിഗറിൽ ഒരു കുട്ടി ഇങ്ങനെ മാർക്ക് 0 ആക്കി വന്നത്. ആ കുട്ടി പറയാണ്, ഞാൻ ടീച്ചർ പറഞ്ഞു വീട്ടിൽ നിന്ന് സ്കൂളിൽ വന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 0 ആവും, അതുകൊണ്ടാണ് എനിക്ക് 0 മാർക്ക് കിട്ടിയെന്നാണ് കുട്ടി പറയുന്നത്. ഓക്കെ, അപ്പോൾ തുടങ്ങിയ പൊസിഷനിൽ തന്നെ നമ്മൾ അവസാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിട്ട് മാറും. ഇപ്പോൾ കല്ല് നമ്മൾ മുകളിലേക്ക് എറിഞ്ഞു, ആ കല്ല് നമ്മുടെ കയ്യിലേക്ക് തന്നെ വന്നു അല്ലേ. മുകളിലേക്ക് എറിഞ്ഞു, ആ കയ്യിൽ തിരിച്ച് ഞാൻ ചോക്ക് മുകളിലേക്ക് എറിഞ്ഞു, തിരിച്ച് കയ്യിലേക്ക് തന്നെ വീണു. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 0. ഡിസ്റ്റൻസ് അല്ല, ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ആണ് എപ്പോഴും 0 വരും. ഡിസ്റ്റൻസ് മുകളിലേക്ക് എറിഞ്ഞപ്പോൾ 6 മീറ്റർ, താഴത്തേക്ക് വന്നപ്പോൾ 6 മീറ്റർ. 6 + 6 12 മീറ്റർ. ഓക്കെ, അപ്പോൾ ടേബിൾ മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ആ ഫിഗർ എക്സാമിൻ ചെയ്യാം. 6.3 ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കേട്ടോ.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗർ തന്നിട്ടുണ്ട്. നമുക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിലെത്തുന്നത് ബി സി വയൽ റീച്ചിങ് ബി വയൽ റീച്ചിങ് സി വയൽ റീച്ചിങ് ഡി റിട്ടേൺ ടു എ കേട്ടോ. ഞാൻ തന്നെ ABCD എന്ന് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ബിയിലെത്തുമ്പോൾ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. എയിൽ നിന്ന് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എയിൽ നിന്ന് ബിയിലെത്തുമ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്? എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ ഒരാൾ എയിൽ നിന്ന് യാത്ര തിരിച്ചു, അയാൾ ബിയിലെത്തി. അപ്പോൾ ബിയിലെത്തിയപ്പോൾ അയാൾ സഞ്ചരിച്ച ദൂരമാണ് ചോദിച്ചിട്ടുള്ളത്. അയാൾ സഞ്ചരിച്ച ദൂരം എത്രയാണ്? A to B അല്ലേ? A to B എത്രയാണ്? 60 മീറ്റർ. അപ്പോൾ അയാൾ സഞ്ചരിച്ച ദൂരം 60 മീറ്റർ. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? നേരത്തെ എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? A to B അല്ലേ? സ്ട്രെയിറ്റ് ലൈനാണ് സഞ്ചരിച്ചത്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആയിരിക്കും. ഓക്കെ, സ്ട്രെയിറ്റ് ലൈനാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ A to B സ്ട്രെയിറ്റ് ലൈൻ ജേർണി അല്ലേ? അപ്പോൾ അവിടെ ഡിസ്റ്റൻസ് 60 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റും 60 മീറ്റർ ആണ്. ഓക്കെ, ഇനി സിയിലേക്ക് എത്തി. ഈ എയിൽ നിന്ന് അയാൾ സിയിലേക്ക് എത്തി. അപ്പോൾ അയാൾ സഞ്ചരിച്ച ദൂരം. ഓക്കെ, എയിൽ നിന്ന് എങ്ങനെ സിയിലേക്ക് എത്തിയത്? എയിൽ നിന്ന് ബി വഴി സിയിലേക്ക് എത്തി. ഓക്കെ, അപ്പോൾ എയിൽ നിന്ന് അയാൾ ബിയിലേക്ക് എത്തിയപ്പോൾ ദൂരം എത്രയാ? 60 മീറ്റർ അല്ലേ? ഇനി ബിന്ന് സിയിലേക്ക് എത്തിയപ്പോൾ ദൂരം എത്രയാ? തന്നെയും 60 മീറ്റർ. അപ്പോൾ എത്ര ദൂരം അയാൾ സഞ്ചരിച്ചത്? 120 മീറ്റർ. ഓക്കെ, അപ്പോൾ അയാൾ സഞ്ചരിച്ച ദൂരം 120 മീറ്റർ അല്ല. ഇനി ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കിയേ, എയിൽ നിന്ന് സിയിലേക്ക് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ജേർണി ആയിരിക്കണം. അല്ലേ? നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എപ്പോഴും ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഡിസ്റ്റൻസ് എടുത്ത് നോക്കി, A to B, B to C ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഒരു ആർക്ക് പോലുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ? അപ്പോൾ ഇത് ഡിസ്പ്ലേസ്മെന്റ് അല്ല. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എ നിന്ന് സിയിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ജേർണിയാണ്. അപ്പോൾ ഫിഗറിൽ ഏതായിരിക്കും ഡിസ്പ്ലേസ്മെന്റ് നോക്കി കേട്ടോ. എയിൽ നിന്ന് സിയിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കൊടുത്തിട്ടില്ലേ? എത്രയാണ്? 80 മീറ്റർ. അപ്പോൾ സിയിലെത്തിയപ്പോൾ A to C ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതാണ് 80 മീറ്റർ. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഡിസ്പ്ലേസ്മെന്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ എയിൽ നിന്ന് സി വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് എ തുടങ്ങി സി വരെ വരച്ചു, 80 മീറ്റർ ആണ് കിട്ടി അല്ലേ? ഇനി എന്താണ്? എയിൽ നിന്ന് ഡിയിലേക്ക് എത്താനുള്ള ദൂരം. എയിൽ നിന്ന് ഡിയിലേക്ക് എത്താനുള്ള ദൂരമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എയിൽ നിന്ന് ഡിയിലേക്ക് എത്താം. എയിൽ നിന്ന് ആദ്യം ബിയിലേക്ക് എത്തി അല്ലേ? അപ്പം 60 മീറ്റർ സഞ്ചരിച്ചു അല്ലേ? ബിയിൽ നിന്ന് സിയിലേക്ക് എത്തി. അപ്പോൾ വീണ്ടും 60 മീറ്റർ സഞ്ചരിച്ചു അല്ലേ? എന്താണ്? ബിയിൽ നിന്ന് എയിൽ നിന്ന് ബിയിലേക്ക് എത്തിയപ്പോൾ 60 മീറ്റർ, ബിയിൽ നിന്ന് സിയിലേക്ക് എത്തിയപ്പോൾ 60 മീറ്റർ, സിയിൽ നിന്ന് ഡിയിലേക്ക് ഇപ്പോൾ വീണ്ടും ഒരു 30 മീറ്റർ കൊണ്ട് സഞ്ചരിക്കേണ്ടതുണ്ട് അല്ലേ? അപ്പോൾ 60 + 60 + 30, 60 + 60 120, 120 + 30 150. ഓക്കെ, അപ്പോൾ അയാൾ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 150 മീറ്റർ. ഓക്കെ, അയാൾ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 150 മീറ്റർ, 150. എങ്ങനെ കിട്ടിയില്ലേ? 60 + 60 + 30 എയിൽ നിന്ന് ഡിയിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ച ദൂരം. ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിച്ചിരുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഞാൻ പറഞ്ഞു എയിൽ നിന്ന് ഡിയിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ ജേർണിയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും അല്ലേ? അപ്പം നമുക്ക് തന്നിട്ടില്ലേ? എയിൽ നിന്ന് ഡിയിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത്? 100 മീറ്റർ അല്ലേ? അപ്പോൾ എയിൽ നിന്ന് ഡിയിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് 100 മീറ്റർ. ഓക്കെ, അപ്പോൾ എപ്പോഴും ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ വരുമ്പോൾ ഓർക്കുക ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ? എയിൽ നിന്ന് സിയിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ, അതുപോലെ എയിൽ നിന്ന് ഡിയിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഇങ്ങനെ കറങ്ങി വരാൻ എയിൽ നിന്ന് സിയിലേക്ക് കറങ്ങി വരാണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ജേർണി അല്ല അല്ലേ? എയിൽ നിന്ന് ബിയിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസ് 60 ആണ്. കാരണം എന്താ? ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഡിസ്റ്റൻസ് നമ്മൾ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, സ്ട്രെയിറ്റ് ലൈനാണ് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതും ഈക്വൽ ആണ്. ആ കാര്യം ഓർത്തിരിക്കുക. ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് നമ്മൾ ജേർണി എന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആയിരിക്കും. അതാണ് 60 60 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ A to D ഡിസ്പ്ലേസ്മെന്റ് 100 ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് എയിൽ നിന്ന് തുടങ്ങി തിരിച്ച് എയിൽ വന്നു. ഓക്കെ, അപ്പോൾ അയാൾ സഞ്ചരിച്ച മൊത്തം ദൂരം എത്രയായിരിക്കും? എയിൽ നിന്ന് തുടങ്ങി കറങ്ങി എയിലേക്ക് വരും അല്ലേ? അപ്പോൾ എത്ര വരും? എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ 60 മീറ്റർ, ബിയിൽ നിന്ന് സിയിലേക്ക് എത്താൻ 60 മീറ്റർ, സിയിൽ നിന്ന് ഡിയിലേക്ക് എത്താൻ 30 മീറ്റർ അല്ലേ? 30 മീറ്റർ. പിന്നെ ഡിയിൽ നിന്ന് തന്നെ ബിയിലേക്ക് എത്തണം. അപ്പോൾ തന്നെ വീണ്ടും 100 മീറ്റർ. അപ്പോൾ എന്ത് വരും? 250 + 100, സോറി 150 + 100 250. അപ്പോൾ മൊത്തം അയാൾ സഞ്ചരിച്ച ദൂരം 250 മീറ്റർ. എയിൽ നിന്ന് തുടങ്ങി കറങ്ങി തിരിച്ച് എയിലേക്ക് വരാനായിട്ട് അയാൾ സഞ്ചരിച്ച ദൂരം 250 മീറ്റർ. എങ്ങനെ കിട്ടിയത്? ബിയിലേക്ക് എത്തിയപ്പോൾ 60 മീറ്റർ, സിയിലേക്ക് എത്തിയപ്പോൾ വീണ്ടും 60 മീറ്റർ, അപ്പോൾ 120 മീറ്റർ. ഡിയിലേക്ക് എത്തിയപ്പോൾ 120 + 50 30 150 മീറ്റർ. ഡിയിൽ നിന്ന് തന്നെ എയിലേക്ക് എത്തിയപ്പോൾ അയാൾ സഞ്ചരിച്ച ദൂരം +100 അപ്പോൾ 250 മീറ്റർ. ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും?
ആലോചിക്ക്, എയിൽ നിന്ന് തുടങ്ങി എയിലേക്ക് അവസാനിച്ചു അല്ലേ? നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂളിലെത്തി തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്തായി മാറി? ഞാൻ പറഞ്ഞു ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി ആ സ്ഥലത്ത് തന്നെ അവസാനിക്കാന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും 0. അത് ഓർത്തിരിക്കണം കേട്ടോ. ഡിസ്റ്റൻസ് 0 ആവില്ല, ഡിസ്പ്ലേസ്മെന്റ് ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി. കല്ലിന്റെ കാര്യം പറഞ്ഞു അല്ലേ? കല്ല് നമ്മൾ എടുത്തു, മുകളിലേക്ക് എറിഞ്ഞു, തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് തന്നെ വന്നു. അപ്പോൾ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് 0 ആയി. തുടങ്ങിയ പൊസിഷനിലേക്ക് തന്നെ ഒബ്ജക്റ്റ് തിരിച്ചു വരുമ്പോൾ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് 0 ആവും. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 0 മീറ്റർ. ഇപ്പോൾ ടേബിൾ ഫില്ല് ചെയ്തില്ലേ? അപ്പോൾ എന്താണ് നിങ്ങൾ പഠിച്ചത്? തുടങ്ങിയ പൊസിഷനിലേക്ക് തന്നെ ആ ഒബ്ജക്റ്റ് തിരിച്ചു വരുമ്പോൾ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് 0 ആവും. അതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ജേർണി എന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും ഈക്വൽ ആവും. രണ്ട് കാര്യമാണ് നമ്മൾ ഈ ടേബിളിൽ നിന്ന് പഠിച്ചത്. ഓക്കെ, ഈ ടേബിൾ നിങ്ങൾ ഫില്ല് ചെയ്തില്ലേ? ഓക്കെ, നമുക്ക് അടുത്തൊരു ടേബിൾ കൂടെ ഉണ്ട് അല്ലേ? താഴെ ടേബിൾ ഫിഗർ തന്നിട്ടുണ്ട്, ഒരു A B എന്ന് പറഞ്ഞ ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ടേബിൾക്ക് ആർക്കും സംശയം ഉണ്ടാവില്ലാന്ന് വിചാരിക്കണം. ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് പോയാൽ മതി. അടുത്ത ഫിഗർ നമുക്ക് നോക്കാം. രണ്ട് ഫിഗർ തന്നിട്ടുണ്ട്, ഫിഗർ എയും ഫിഗർ ബിയും. ഓക്കെ, ഫിഗർ എ ഞാൻ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഫിഗർ എയും ഇതാണ് ഫിഗർ എ, ഇതാണ് ഫിഗർ ബി. ഇത് രണ്ടിട്ട് നമ്മൾ അനലൈസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എയിൽ നിന്ന് സിയിലേക്ക് എത്താനുള്ള ദൂരമാണ് രണ്ടിലും കൊടുത്തേണ്ടത്. ഒന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് നമ്മൾ കറങ്ങി സിയിലേക്ക് എത്തുന്നു, ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സിയിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് എന്താണ് ക്വസ്റ്റ്യനുകൾ ചോദിച്ചിട്ടുള്ളത് നോക്കാം. വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ അക്കോർഡിംഗ് ടു ഫിഗർ എ? അല്ലെ, എയിൽ നിന്ന് സിയിലേക്ക് എത്താനായിട്ട് മൊത്തം സഞ്ചരിച്ച ദൂരം എത്രയാണെന്നാണ് ചോദ്യം. എയിൽ നിന്ന് സിയിലേക്ക് എത്താനായിട്ട് മൊത്തം സഞ്ചരിച്ച ദൂരം. അപ്പോൾ ഡിസ്റ്റൻസ് ഫിഗർ എയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. A to C, എയിൽ നിന്ന് സിയിലേക്ക് എത്താനാണ് ഡിസ്റ്റൻസ്. എത്രയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? എന്തായിരിക്കും? എയിൽ നിന്ന് ബിയിലേക്ക്, ത്രൂ ബി എന്ന് പറഞ്ഞിട്ടുണ്ട്, ബി വഴി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് എത്താനുള്ള ദൂരം 60 മീറ്റർ പ്ലസ് ബിയിൽ നിന്ന് സിയിലേക്ക് എത്താനുള്ള ദൂരം 40 മീറ്റർ. അപ്പോൾ മൊത്തം അയാൾ സഞ്ചരിച്ച ദൂരം 100 മീറ്റർ. ഓക്കെ, ഇനി ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞു? എ തുടങ്ങി സി വരെയുള്ള ഒരു സ്ട്രേറ്റ് ലൈൻ ജേർണിയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ എ തുടങ്ങി സി ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുത്തിട്ടില്ലേ? എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? 80 മീറ്റർ. 80 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് അക്കോർഡിംഗ് ടു ഫിഗർ ബി ആൻഡ് വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്? ഫിഗർ ബി അനുസരിച്ച് എന്താണ് ടോട്ടൽ ഡിസ്റ്റൻസ്, എന്താണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്നാ ചോദ്യം. അപ്പോൾ ഫിഗർ എയുടെ ഡിസ്റ്റൻസ് മൊത്തം 100ഉം ഡിസ്പ്ലേസ്മെന്റ് 80 ആണ്. ഇനി ഫിഗർ ബിയുടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണാനുള്ളത്. ഫിഗർ ബി കേട്ടോ, ഫിഗർ ബിയുടെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? എയിൽ നിന്ന് സിയിലേക്ക് എത്താനുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 60 പ്ലസ് 40 അല്ലെ? എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ 60 മീറ്റർ, ബിയിൽ നിന്ന് സിയിലേക്ക് എത്താൻ 40 മീറ്റർ അല്ലെ? അപ്പോൾ 60 മീറ്റർ പ്ലസ് 40 മീറ്റർ ഇസ് ഈക്വൽ ടു 100 മീറ്റർ. ഓക്കെ, അപ്പോൾ 100 മീറ്റർ ആണ് ഡിസ്റ്റൻസ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഒരു സ്ട്രേറ്റ് ലൈൻ ജേർണിയാണ്. ഞാൻ പറഞ്ഞു നേരത്തെ ആ ഫിഗർ കാണിച്ചപ്പോൾ പറഞ്ഞു, ഒരു നമ്മുടെ ജേർണി ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്. ഒബ്ജക്റ്റ് ഈസ് ട്രാവലിംഗ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ ഇൻ സെയിം ഡയറക്ഷൻ. ഡയറക്ഷന് സെയിം ആണല്ലേ? എയിൽ നിന്ന് ബി ഇങ്ങനെയുള്ള ട്രാവൽ ചെയ്യണം അവർ. ഒരു ജേർണി സ്ട്രേറ്റ് ലൈൻ ആണ്, അതുപോലെ തന്നെ സെയിം ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഡിസ്റ്റൻസിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷന്റെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഒരു സ്ട്രേറ്റ് ലൈൻ ആണ് ജേർണി എന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. ഇഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ട്രാവലിംഗ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ ഇൻ സെയിം ഡയറക്ഷൻ the magnitude of distance and displacement will be same. Okay, അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് 100 മീറ്റർ ആണ്, ഡിസ്പ്ലേസ്മെന്റ് തന്നെയാണ്. ഡിസ്പ്ലേസ്മെന്റ് 100 മീറ്റർ ആണ്, കാരണം സ്ട്രേറ്റ് ലൈൻ ജേർണിയാണ്, സെയിം ഡയറക്ഷനിലേക്കാണ് രണ്ടുപേരും പോകുന്നത് അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസും
ഡിസ്പ്ലേസ്മെൻറ്റ് 100 ഓക്കെ. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ആ ബോക്സ് ആയിട്ട് തന്നിട്ടുള്ളത്. എന്താണ്? ഇഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ സെയിം ഡയറക്ഷൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി സെയിം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്റ്റൻസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ച് പഠിച്ചു അല്ലേ. ഇനി എന്താണ്? ഇനി താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. എന്താണ് പറഞ്ഞുള്ളത്? ഡിഫറൻസ് ചെയ്താൽ ഡിസ്റ്റൻസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഡിഫറൻസ് ചെയ്താൽ ഒരു കാര്യം നമ്മൾ പറഞ്ഞു. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു അല്ലേ. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു അല്ലേ. ഇനി ഡിസ്റ്റൻസ് നമുക്ക് എന്താ പറയുക? ഡിസ്റ്റൻസ് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ്, ടോട്ടൽ എന്താണ് പാത്ത് ട്രാവൽഡ് അല്ലേ. ടോട്ടൽ പാത്ത് ട്രാവൽഡ് ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഷോർട്ടസ്റ്റ് പാത്ത് ട്രാവൽഡ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഡിഫറൻസ് ചെയ്താൽ ഇത്രയും നമ്മൾ കുറേ പഠിച്ചു അല്ലേ. എന്താണ് ഡിസ്റ്റൻസും എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, ഡിസ്റ്റൻസ് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ അടുത്ത ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈസ് ദ ലെങ്ത് ഓഫ് ദ പാത്ത്, ടോട്ടൽ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽ അല്ലേ. ഡിസ്റ്റൻസിൻ്റെ ഡെഫിനിഷൻ ചെയ്താൽ ഡിസ്റ്റൻസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഷോർട്ടസ്റ്റ് പാത്ത് ട്രാവൽ അല്ലേ. മൊത്തം പാത സഞ്ചരിക്കുന്നതിനാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നു. ഏറ്റവും ചെറിയ പാത സഞ്ചരിക്കുന്നതിന് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയും. അത് നമുക്കൊരു വ്യത്യാസമായിട്ട് പറയാം അല്ലേ. രണ്ടും നമ്മൾ ഡിഫറൻസ് വരും. അപ്പോൾ നമ്മുടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെക്ഷൻ തീരാണ്. അടുത്ത സെക്ഷൻ സ്പീഡ് ആൻഡ് വെലോസിറ്റിയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇന്ന് ഇതൊക്കെ നോട്ട്ബുക്കിലേക്ക് ചെയ്യണം കേട്ടോ. ഈ ടേബിൾ വരച്ച് നോട്ട്ബുക്കിലേക്ക് തന്നെ ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് കിട്ടും. അപ്പോൾ നമുക്ക് സ്പീഡും വെലോസിറ്റി ആയിട്ടുള്ള സെക്ഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ. ഇത്രയും പഠിക്കുക, നോട്ട്ബുക്കിലേക്ക് എഴുതാം. താങ്ക് യു.